തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ ടി.വി.കെ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളത്തിന് വിമർശനം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ടി.വി.കെ സർക്കാർ കേരളത്തിനെതിരെ ആഞ്ഞടിച്ചത്. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും ടി.വി.കെ സർക്കാർ വ്യക്തമാക്കി. കേരളം പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന നിലപാടാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ തമിഴ്നാട് മുന്നോട്ട് വച്ചത്. തെക്കൻ ജില്ലകളിലെ ജനങ്ങളുടെ ജീവനാഡിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 2014 സുപ്രീം കോടതി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്ന് ഉത്തരവിടുകയും അണക്കെട്ട് ബലപ്പെടുത്തിയ ശേഷം ജലനിരപ്പ് വീണ്ടും 152 അടിയായി ഉയർത്താമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനുള്ള ജോലികൾ ചെയ്യാനുള്ള അനുമതി നിഷേധിക്കുന്നത് തുടരുന്നതോടൊപ്പം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ കേരള സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തെ തടയാൻ ഈ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കും. കൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി നടപടികൾ കൈക്കൊള്ളുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി ആദ്യം തമിഴ് തായ് വാഴ്ത്തുക്കളും പിന്നാലെ ദേശീയഗാനവും ആലപിച്ചിരുന്നു. വന്ദേമാതരം ആലപിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. തമിഴ്നാട്ടിൽ സംശുദ്ധവും സത്യസന്ധവും സുതാര്യവുമായ ഭരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നിരവധി പ്രഖ്യാപനങ്ങളുമായാണ് സൂപ്പർ താരം വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ സർക്കാർ ഇന്ന് രംഗത്ത് വന്നത്. നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഭരണ സംവിധാനത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാനും ജനങ്ങൾക്ക് സുതാര്യമായ ഭരണം ഉറപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഇക്കുറി ഗവർണറുടെ പതിവ് പ്രസംഗം നിയമസഭയിൽ യാതൊരു തടസ്സവുമില്ലാതെ നടന്നു. സമ്മേളനം തമിഴ് തായ് വാഴ്ത്തോടെ ആരംഭിച്ചു. തുടർന്ന് ദേശീയഗാനം ആലപിച്ച ശേഷമാണ് ഗവർണർ പ്രസംഗം നടത്തിയത്. സാധാരണയായി ദേശീയഗാനം സമ്മേളനത്തിന്റെ അവസാനത്തിലാണ് ആലപിക്കാറുള്ളത്. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളിലെയും വാങ്ങലുകളും പൊതു ടെൻഡറുകളും പൂർണ്ണമായും സുതാര്യമാക്കുകയും കർശനമായ നിരീക്ഷണ സംവിധാനത്തിന് കീഴിലാക്കുകയും ചെയ്യുമെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ അറിയിച്ചു. ഇടനിലക്കാരുടെ ഇടപെടലും അനധികൃത കൈക്കൂലി രീതികളും പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയില്ലാത്തതും സത്യസന്ധവുമായ ഭരണം ഉറപ്പാക്കാൻ എല്ലാ തടസ്സങ്ങളും മറികടക്കാൻ സർക്കാർ തയ്യാറാണെന്നും അതിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജം ലഭിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയ ശേഷം സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക നീതിയുടെ ഭാഗമായി നിലവിൽ നടക്കുന്ന ജനസംഖ്യാ സെൻസസിനൊപ്പം ജാതി അടിസ്ഥാനത്തിലുള്ള കണക്കെടുപ്പും നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഗവർണർ അറിയിച്ചു. കേന്ദ്രം ജാതി സെൻസസ് പൂർത്തിയാക്കിയ ശേഷം തമിഴ്നാട് സമഗ്രമായ സാമൂഹിക നീതി സർവേ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയില്ലാത്തതും സത്യസന്ധവും സുതാര്യവുമായ ഭരണം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ഇടനിലക്കാരുടെയും അനധികൃത കൈക്കൂലി രീതികളുടെയും പൂർണ്ണമായ ഒഴിവാക്കലും ശുദ്ധമായ ഭരണത്തിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നലും സർക്കാർ ഉറപ്പാക്കും. 2 മാസത്തെ ബില്ലിംഗ് കാലയളവിൽ 500 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകും. മയക്കുമരുന്ന് രഹിത തമിഴ്നാട് ലക്ഷ്യമിട്ട് എല്ലാ ജില്ലകളിലും പ്രത്യേക മയക്കുമരുന്ന് നിരോധന സേന രൂപീകരിക്കും. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയിൽ നിന്ന് 500 മീറ്റർ പരിധിക്കുള്ളിലെ 717 മദ്യശാലകൾ അടച്ചുപൂട്ടും. വ്യാജമദ്യ നിർമ്മാർജ്ജനത്തിനും മദ്യവിതരണ മേഖലയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും കർശന നടപടി സ്വീകരിക്കും. അനധികൃത ഖനനവും ധാതുക്കടത്തും തടയുകയും ധാതുവരുമാനം ഇരട്ടിയാക്കുകയും ചെയ്യും. കാർഷിക വായ്പ ഇളവിന്റെ ഭാഗമായി 75,000 രൂപ വരെയുള്ള വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളും. അതിലധികം വായ്പയുള്ള അർഹരായ കർഷകർക്ക് 30,000 രൂപയുടെ ആശ്വാസം നൽകും. ഇതിലൂടെ 14.43 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കും. കൂടാതെ കർഷകർ, കുടുംബങ്ങൾ എന്നിവർക്കായി തടാകങ്ങളിലും കുളങ്ങളിലും നിന്ന് സൗജന്യമായി ചെളി വിതരണം ചെയ്യും. ഇതിനായി 18,274 ജലാശയങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ദ്വിഭാഷാ നയം തുടരുമെന്നും ത്രിഭാഷാ നയത്തെ എതിർക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.